ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ്സായി. നമ്മളിപ്പോൾ ഉള്ളത് വീരാജ്പേട്ടയിലാണ്. വീരാജ്പേട്ടയിൽ 6 മണിക്ക് കണ്ണൂരേക്ക് പോകുന്ന ഒരു യാത്ര. അപ്പോൾ നേരം ഇങ്ങനെ പുലർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ബസ്സിലൊക്കെ കയറി. സാധാരണ ബസ് സ്റ്റാൻഡിൽ നിർത്തിയാലേ ബസ് കയറാറുള്ളൂ. ഇന്ന് നേരത്തെ കയറി അങ്ങനെ സ്റ്റാൻഡിലേക്ക് നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഉള്ളത് KSRTC ബസ്സിൻ്റെ ലാസ്റ്റ് സീറ്റിലാണ്. അവിടെ നിന്നുള്ള ഒരു 6 മണിക്ക്, രാവിലത്തെ ഒരു 6 മണിക്കുള്ള വ്യൂസ്, ഒരു നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു വീരാജ്പേട്ട ബസ് സ്റ്റാൻഡിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള കർണാടക ബസ്സാണ്, സാധാരണ ഓർഡിനറി ബസ്സാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പേര് കർണാടക സാരിക, ആ ചുവന്ന ബസ്. അതിൻ്റെ അപ്പുറത്താണ് പുതിയ ഇലക്ട്രിക് ബസ് ചാർജ് ചെയ്യുന്ന സ്ഥലം. അത് ബാംഗ്ലൂരേക്ക് തിരിച്ചും വരുന്നതിന് വേണ്ടിയുള്ള ഒരു ചാർജിങ് പോയിൻ്റാണത്. പിന്നെ ഏകദേശം 6 മണിയായി, നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിടേണ്ടതാണ് തലശ്ശേരിക്ക്. അപ്പോൾ എല്ലാ വീഡിയോ ഇല്ല, കുറച്ച് നേരത്തേക്കുള്ള ഒരു വീഡിയോ മാത്രമാണ്. കൂർഗിൽ നിന്നും ആ ഫോറസ്റ്റ് വരെയുള്ള കുറച്ച് വീഡിയോ നമുക്ക് കാണാം. ഇവിടെ കുറേയേറെ ബസ്സുകളുണ്ട്. നമ്മുടെ ഐരാവതൊക്കെ ഉണ്ട്, ഈ ഒരു മൾട്ടി ആക്സിൽ ബസ്സൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് കർണാടകയിലെ കൂർഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻ സ്റ്റാൻഡാണ് വീരാജ്പേട്ട. അതോടുകൂടി ഇത് കേരളത്തിൽ കർണാടകയുടെ പുതിയ ബസ്, അതായത് അതിൻ്റെ എന്താണ് പുതുതായി ഒരു 2 മാസം മുമ്പ് ഇറങ്ങിയ ബസ്സാണത് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ കുറേയേറെ ബസ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ വീരാജ്പേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾ ഇത് ഫോറസ്റ്റ് കാടാണ്, ഇത് ഉപയോഗിക്കാത്ത ഒരു ഏരിയയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓടിട്ട ബിൽഡിങ്ങും മറ്റും നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതാണ് ഈ ഒരു വീരാജ്പേട്ടയുടെ പ്രത്യേകത. ഈ ഒരു ടൗണിൽ കൂടുതലും മലയാളീസാണുള്ളത്. ഈ ഒരു ഏരിയയിൽ കൂർഗ്, ഈ ഒരു വീരാജ്പേട്ട ഏരിയയിൽ കൂടുതലും മലയാളീസാണുള്ളത്. ബിസിനസ് ആവശ്യത്തിനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് താമസിക്കുന്നവരും കുറേ ആൾക്കാരുണ്ട്. 6 മണി ആയതോട് കൂടി തന്നെ ഒന്നും ഓപ്പണായിട്ടില്ല. ഒരു പുലർച്ചെയുള്ള ചില കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം ഒരു വലിയ പട്ടണം തന്നെയാണ് ഈ ഒരു വീരാജ്പേട്ട ടൗൺ. എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ, മൈസൂർ, പിന്നെ മടിക്കേരി എല്ലാം ഏകദേശം ഈ ഒരു റൂട്ടിലേക്ക് കൂടി നമുക്ക് പോകാൻ പറ്റും. ബാംഗ്ലൂർ മൈസൂരേക്ക് വേറൊരു ടൗൺ ടച്ച് ചെയ്യാണ്ടുള്ള വേറെ റൂട്ടുണ്ട്. പക്ഷെ അത് വളരെ വളവും പിന്നെ നല്ലൊരു കയറ്റവും ഒക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ റോഡ് മോശമാണ്. ഈ ഒരു റോഡ് നമുക്ക് ചൂസ് ചെയ്യാം. നല്ലൊരു സ്മൂത്ത് റോഡാണ്, അധികം വളവില്ല, കയറ്റങ്ങളില്ല, റോഡ് പൊട്ടിപ്പൊളിഞ്ഞില്ല എന്നതാണ്. റിപ്പയർ ചെയ്ത നല്ല റോഡാണ്, പുതുതായി ടാർ ചെയ്ത റോഡാണ് ഈ റോഡ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നല്ല റോഡാണെന്ന് പറയാൻ കാരണം. ഈ ഒരു പകല്, അതായത് പുലർച്ചെ നമുക്ക് ഒരു ഷോപ്പും ഓപ്പണായി കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ വിരളമായി 1-2 ചായക്കട മാത്രമാണ് ഓപ്പണായിട്ടുള്ളത്. അതും ഈ രാവിലെ നമ്മളെപ്പോലുള്ള യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ഈ KSRTC ബസ്സിൽ രാവിലെ തന്നെ മിനിമം ഒരു സീറ്റ്, മിനിമം അല്ല, ഓൾ സീറ്റെല്ലാം ഫുള്ളാണ്. പിന്നെ 1-2 ആൾ നിൽക്കുന്നയാളുണ്ട്, സ്റ്റാൻഡിങ് സീറ്റില്ലാതെ കൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫുൾ സീറ്റ് സർവീസാണിത്, ഒരു ശനിയാഴ്ച ടൈമിൽ. പിന്നെ എപ്പോഴും ഉണ്ടോ എന്നറിയില്ല. ഈ ഒരു ബസ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് വീരാജ്പേട്ട ഇരിട്ടി റോഡിലുള്ള കുറച്ച് കാഴ്ചകളാണ്. ഒന്നും ഓപ്പണാകാതെ ഒരു ശാന്തമായി നിൽക്കുന്ന ഒരു ചെറിയൊരു ടൗൺ. അപ്പോൾ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ് എൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് താഴെ ഇറങ്ങിപ്പോകാം. അപ്പോൾ നമുക്ക് അപ്പുറം കാണുന്നത് കൂർഗ് മലനിരകളെയും അതിൻ്റെ അപ്പുറത്ത് കാണാം. അപ്പോൾ ഇതാണ് ഷോർട്ട്, അതായത് ഇതിലേക്ക് കൂടി നമുക്ക് താഴെ മെയിൻ റോഡിലേക്ക് കൂടി പോകാം. അതായത് വീരാജ്പേട്ട മൈസൂർ റോഡിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ് ഇവിടെ നിന്ന് ട്രിപ്പ് നടത്തുന്നുണ്ട്. ഒന്ന് കുറച്ച് നാട്ടിലേക്കും ഉണ്ട്.
അങ്ങനെ ഈ ഒരു പുലർക്കാല കാഴ്ചകൾ ടൗണിലേക്ക് കൂടി നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു 24 hours വർക്ക് ചെയ്യുന്ന പെട്രോൾ പമ്പാണ് ഭാരത് പെട്രോളിയത്തിൻ്റെ. അപ്പോൾ വീണ്ടും ഒരു യാത്രക്കാരൻ കയറിയിരിക്കുകയാണ്. എങ്കിലും നല്ലൊരു കുളിർമയാണ് ഈ ഒരു നാട്ടിൽ വന്നാൽ. വിരാജ്പേട്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കുളിർമ, വില്ലേജിൻ്റെയും ടൗണിൻ്റെയും ഒക്കെ ഒരു മിക്സ് എന്നൊക്കെ പറയാം. ഇതൊക്കെയാണ് ഇവിടെ ഇവിടെയുള്ള പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കുറേയേറെ കാഴ്ചകളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. കണ്ട, ഇതൊക്കെയാണ് ഇതിൻ്റെ പഴയകാല ഫോട്ടോസ്, വീഡിയോസ് എന്നൊക്കെ പറയുന്നത്. ഒരു നല്ലൊരു തനി നാടൻ കൾച്ചറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ടൗണിൽ തന്നെ. ഉള്ളിലങ്ങനെ അധികമൊന്നും വീടുകളൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെയാണ് കളർഫുൾ ഒരു ഹോംസും പിന്നെ ഒരു നേച്ചറും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, കാണുമ്പോൾ തോന്നുന്നില്ല, വീടാണത്. ഓക്കെ, നല്ലൊരു വെറൈറ്റി വീട്. അപ്പം അങ്ങനെ കുറേയേറെ കാഴ്ചകളുണ്ട് നമ്മുടെ ഈ ഒരു വിരാജ്പേട്ട ടൗണിൽ. ഇനി നമ്മൾ വില്ലേജ് ഏരിയയിലേക്ക് പോവാണ്. ഇവിടെയും ഏകദേശം തനി നാടൻ കേരള ഗ്രാമം പോലുള്ള നാടൻ പ്രദേശങ്ങളാണ്. ഇപ്പം വയലുകൾ നമുക്ക് ഈ ഒരു വഴിയിലൂടെ നീളം കാണാൻ പറ്റും. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഒരുമാതിരി ഒരു ഈസ്റ്റേൺ വെസ്റ്റേൺ മോഡലുള്ള കൾച്ചർ ബിൽഡിങ്. ഇപ്പോഴത്തൊക്കെ മാറി, ഇപ്പം ബിൽഡിങ്ങുകളൊക്കെ വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നതുകൊണ്ട് തനി കൂർഗ് സ്റ്റൈലൊക്കെ വിട്ടുപോകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്നത്. നാട്ടിലുള്ള പോലെ തന്നെ നല്ല തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ മനോഹാരിത, പുലർച്ചെയുള്ള മനോഹാരിതയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ള നീളം കാണുന്നത്. എല്ലാവരും കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഒരു കൂർഗിലെ മറ്റൊരു ടൗൺ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു വയൽ. കുറേ പ്രദേശങ്ങളൊക്കെ നികത്തിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഷോപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. വയൽ പ്രദേശം അതാണ് നികത്തിയിരിക്കുന്നത്. ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഈ ഒരു വഴിയിലുടനീളം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് കാണുക, നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടെയുള്ള ഒരു പ്രത്യേക നിർബന്ധിയാണ്. ആക്ച്വലി ഇവരെ ഈ തനി നാടൻ കൂർഗിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറ്റി പുതിയ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടുവരുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ടൗൺഷിപ്പ് അല്ല, അതായത് വ്യാവസായികമാക്കി മാറ്റാനുള്ള പരിപാടിയൊക്കെയാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ഇതൊക്കെ അടുത്ത കാലത്ത് തന്നെ ഇത് പോകുമെന്ന്, ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം കൂർഗിൻ്റെ കാപ്പിത്തോട്ടങ്ങളിൽ എസ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഏതായാലും നമ്മളെ നാടൻ, അതായത് കൂർഗ് തനി നാടൻ ആ ഒരു കാഴ്ച നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. കാരണം പുതിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ, പിന്നെ അതിൻ്റെ ഡിസൈൻ തന്നെയാണ് പ്രധാനം. പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്കതിൻ്റെ ഡിസൈനെ കൊണ്ട് സുന്ദരമാക്കാം. പുതിയ ഡിസൈൻ എല്ലാവരുടെയും കാണുന്നത് കൊണ്ട് തന്നെ അതൊരു ഭംഗിയില്ലാതെ പോലെയാകുന്നു എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും ഈ ഒരു നേച്ചർ, പച്ചപ്പും പിന്നെ ഫോഗും ഉള്ള ഈ ഒരു നേച്ചർ നമ്മളെ ഹഠാത് ആകർഷിക്കുന്നു എന്നൊക്കെ പറയാം. ഇതൊരു ചെറിയൊരു യാത്രയാണ്. എല്ലാ സമയവും ഇതുപോലുള്ള യാത്ര അതല്ലെങ്കിൽ ഇതുപോലുള്ള കാഴ്ച നമുക്ക് കിട്ടണമെന്നില്ല. ഫോറസ്റ്റ് ഏരിയയാണ്. കാരണം ഇതിൻ്റെ ഉൾനാടിലൊക്കെ ഈ ഒരു കൂർഗിൻ്റെ ടൗൺ ഒഴിച്ച് ഉൾനാടിലൊക്കെ ഇത് തന്നെയാണ് കാഴ്ച. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അതിന് ചുറ്റും ഇങ്ങനെയുള്ള എസ്റ്റേറ്റുകളാണ് നമ്മൾ കാണുന്നത്. അത് മെയിൻലി കോഫി എസ്റ്റേറ്റാണ്. പിന്നെ നമുക്ക് ചെറിയ ഫ്രൂട്ട്സ് കാണാൻ പറ്റും. ബട്ടർ ഫ്രൂട്ട്സ് എല്ലാം ഇതിൻ്റെ മെയിൻ കേന്ദ്രങ്ങളാണ്. പിന്നെ ഈ ഒരു അനാർ എന്ന ഒരു പഴവും ഈ ഒരു നാടിൻ്റെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്.
അതുപോലെ തന്നെ പിന്നെന്താണ് ഓറഞ്ച് ഒക്കെ ഈ ഒരു നാടിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്, ഈ റൂട്ടിലൂടെ നീളം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പെരുമ്പാടി വരെയുള്ളൂ നമ്മൾ ഈ വീഡിയോ, കാരണം എടുക്കുന്നുള്ളൂ. അതുവരെയുള്ളൂ കാഴ്ചകളുടെ ഒരു ഭംഗി. പിന്നീട് കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ഇരട്ടി അപ്പുറത്തേക്ക് പോകേണ്ടി വരും. ഇരട്ടി അപ്പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കണ്ടങ്ങനെ ആസ്വദിക്കേണ്ടി ഒന്നുമില്ല. കാരണം ഇരട്ടി അപ്പുറത്ത് ഇരട്ടി ഈ ബോർഡർ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഒന്നും കാണാനില്ല, ഇതിലൊന്നും കാണാനില്ല. കാരണം ഇതിൽ വെറൈറ്റി കളേഴ്സ് നമുക്ക് അതിനിടയിലുള്ള സൂര്യപ്രകാശം അല്ലെങ്കിൽ ആകാശവും അങ്ങനെയുള്ള പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രദേശത്ത്, അതായത് നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ നമുക്കൊന്നും കാണാനില്ല. ഇതുപോലുള്ള വയലുകളൊന്നും നമുക്ക് കാണില്ല അവിടെ. പിന്നെ കുറേ കാടുകളും കുറച്ച് ഫോഗുകളും കാണും. അത് നമുക്ക് കാണാനത്ര സുന്ദരമല്ല. അതുകൊണ്ട് നമ്മൾ ക്യാൻസലാക്കുകയാണ് ആ വീഡിയോ. ഏകദേശം പെരുമ്പാടി ജംഗ്ഷൻ പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ നമുക്ക് കാണാം. യാത്രയിൽ മറ്റൊരു ഭംഗി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നീടുള്ള ഒരുപാട് യാത്ര ഇനി വരാനുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒരു സമയം നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഏകദേശം പെരുമ്പാടിക്കടുത്താണ്. ആ വീരാജപേട്ട ടൗൺ കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റായി ഏകദേശം ഈ ഒരു കാഴ്ച തന്നെയാണ് കാണുക. ചിലപ്പോഴൊക്കെ ഈ റൂട്ടിൽ നല്ലൊരു ഫോഗ് കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോഗ്, മഞ്ഞ് വീഴ്ച അല്ല, അതിനെന്താ പറയുക, ഫോഗ് എന്നാണ് പറയുക. ഓക്കെ, ആവി ആണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇപ്പോഴും എല്ലാം കാണാം. കുറച്ച് ഈ ഒരു ഏരിയയിൽ ആദ്യമൊക്കെ കാണാമായിരുന്നു, ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഏരിയയിലൊക്കെ. പക്ഷേ നമ്മൾ കാണുന്നത് കുറച്ച് അപ്പുറത്തായിരിക്കും. പക്ഷെ എന്നാലും നല്ല തെളിഞ്ഞ, നല്ല പച്ചപ്പുള്ള നല്ലൊരു ഭംഗി, നാച്ചുറൽ നമുക്ക് ഈ കൂർഗിൽ കാണാൻ കഴിയും. കൂർഗിൻ്റെ ഭംഗി എന്ന് തന്നെ പറയുന്നത് ഈ ഒരു നാച്ചുറൽ തന്നെയാണ്. നിർഭാഗ്യവശാൽ വേറൊരു യാത്ര നമുക്ക് പോകാൻ പറ്റിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഏകദേശം ഫോഗ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഈ പെരുമ്പാടി ജംഗ്ഷൻ അടുത്തായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതൊരു ഫോറസ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട്, ഇത് ഫോറസ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് കാണാൻ പറ്റും. കാരണം കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഫോഗിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറവാണ്. ഇവിടെ അപ്പുറത്താണ് നല്ലൊരു ഡെൻസിറ്റി കാണുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. പിന്നെ കാണുക നമ്മുടെ വീഡിയോസ് ഓരോന്നും ഓരോ പ്രദേശത്തുള്ള പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് കൂർഗിലെ ഒരു റോഡ് ട്രിപ്പ് മാത്രമാണ്. ഇനിയും ഒരുപാട് റോഡ് ട്രിപ്പ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക. ഇതൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഏകദേശം ഇരിട്ടിയിൽ നിന്ന് 1.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്താൽ വീരാജ്പേട്ട എത്തും. വീരാജ്പേട്ടയിൽ നിന്ന് നമുക്ക് കുറേയേറെ ട്രാവൽ ചെയ്താൽ പല പല കാഴ്ചകൾ കാണാൻ പറ്റും. അത് പക്ഷേ ഈ ഒരു നമുക്ക് എടുക്കാൻ കഴിയാതിരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുന്നത് രാത്രി ഫുൾ നൈറ്റ് യാത്രയായിരുന്നു. അപ്പോൾ പകൽ നമ്മൾ മറ്റൊരു ബസ്സിൽ കയറിയ എടുത്തുള്ള വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക. ഇല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ നമുക്ക് അത് എത്ര ക്ലിയർ കിട്ടുകയില്ല. അപ്പോൾ ഇതാണ് പെരുമ്പാടി ജംഗ്ഷൻ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഗോണിക്കുപ്പെ, മൈസൂർ അങ്ങനെ പോകാം. അതായത് വീരാജ്പേട്ട ടൗൺ ടച്ച് ചെയ്യാതെ. ഞാൻ പറഞ്ഞ മോശമായ റോഡും വളവും തിരിവും കയറ്റവും കൂടുതലുള്ള റോഡാണ്, ഒരു വഴിയാണത്. അതായത് ബൈപ്പാസ് എന്നൊക്കെ പറയാം. പിന്നീട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഈ റോഡ് നന്നായിട്ട് മോശമായിട്ടുണ്ട്. ഈ ഒരു അടുത്ത കാലത്ത് നല്ല കുഴികളൊക്കെയുള്ള രൂപപ്പെട്ട റോഡാണ്. പക്ഷേ ഏറ്റവും സുഖം എന്ന് പറയുന്നത് നമ്മൾ വീരാജ്പേട്ട ടൗണുമായിട്ട് ടച്ച് ചെയ്ത് പോയാൽ ഒരു 2-3 കിലോമീറ്റർ 3-4 കിലോമീറ്റർ കൂടും എന്നതേ ഉള്ളൂ. നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ റെസ്റ്റ് എടുക്കാനും
പിന്നെ ഫുഡിനുമൊക്കെ ഈ ഒരു ടൗണുമായിട്ട് ടച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ തന്നെയുണ്ട് ഫുഡ്, അഥവാ അത് മിസ്സായാൽ ഈ ടൗണിൽ കയറി പോവാം. ഒരുപാട് ഹോട്ടൽസ് വരുന്നുണ്ട് ഈ ഒരു ജംഗ്ഷനിൽ. ഇതാണ് ഈ ഒരു കർണാടകയിലെ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഏരിയ അല്ല, ഏകദേശം ജനവാസ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് യാത്രയാണ്. ഇതിൻ്റെ സൈഡിൽ 2-3 ഹോട്ടലുണ്ട്. അതൊക്കെ കേരള ബേസ്ഡ് ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ മലയാളി ഫുഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിശേഷം യാത്രയിൽ. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ റോഡിൽ യാത്ര ക്ലേശം അനുഭവപ്പെടും. കാരണം എന്ന് വെച്ചാൽ നല്ല ഫോഗ് ഉണ്ടെങ്കിൽ, അപ്പോൾ നല്ല ലൈറ്റുമായിട്ട് മാത്രം ഈ ഒരു റോഡിൽ ഇറങ്ങുക. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇതൊക്കെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അത് അപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം നമ്മുടെ ഈ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും. ഒന്നും പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ നമ്മളേതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ഇനി കംപ്ലീറ്റ് ഡെൻസ് ഫോറസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാനുള്ളൂ. ഇനി പുതിയ വീഡിയോയിലേക്ക് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ. എന്നും കൂടെ ഉണ്ടാവണം. പുതിയ കാഴ്ചകളുമായി നമ്മളുണ്ടാകും. ഒപ്പം നിങ്ങൾക്കുള്ള കാഴ്ച വിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ. ബൈ. ക്യാരി ഓൺ.